രാജ്യത്തെ ഡയബറ്റീസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പുതിയ വിവരം അല്പം ഞെട്ടിക്കുന്നതാണ്. 2019 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള 5-ൽ 1 ഇന്ത്യക്കാരന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു എന്നതാണ് ആ റിപ്പോർട്ട്. ഈ കണക്ക് പ്രകാരം ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ 50.4 മില്യൺ ആളുകൾ ഡയബറ്റിക് ആയിരുന്നു എന്ന് പറയുന്നു. അതിൽ തന്നെ 5-ൽ 2 പേർ തങ്ങൾ ഡയബറ്റിക് ആണെന്ന വിവരം അറിഞ്ഞിരുന്നില്ല. 2019 45 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള 5-ൽ ഒരാളുടെ HbA1c 6.5-ൽ കൂടുതലായിരുന്നു എന്നും ഈ പഠനത്തിൽ ഗവേഷകർ വ്യക്തമാക്കുന്നു. രാജ്യത്ത് പ്രായമായവരുടെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആകെ ജനസംഖ്യയിൽ പ്രമേഹബാധിതരുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുമെന്ന് ഈ പഠനത്തിൽ കണ്ടെത്തിയതായി വിലയിരുത്തപ്പെടുന്നു. ഈ പഠനപ്രകാരം ഡയബറ്റീസ് ബാധിക്കുന്നതിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. 45 വയസ്സു കഴിഞ്ഞ പുരുഷന്മാരിൽ 19.7%, സ്ത്രീകളിൽ 20.1%മാണ് രോഗബാധയുടെ കണക്ക് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഗ്രാമങ്ങളിലേതിനേക്കാൾ ഇരട്ടിയാണ് നഗരങ്ങളിലെ പ്രമേഹബാധിതരുടെ നിരക്ക്. ഗ്രാമങ്ങളിൽ 15%ആണെങ്കിൽ നഗരപ്രദേശങ്ങളിൽ അതിന്റെ ഇരട്ടി 30%മാണ് ഡയബറ്റീസ് വ്യാപനം. ഇത്രയധികം പ്രമേഹബാധിതർ ഉണ്ടെങ്കിലും 46% ആളുകൾക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിച്ചു. 60% ആളുകൾക്ക് അതേ വർഷം തന്നെ അവരുടെ രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്തുവാൻ കഴിഞ്ഞു. ഇന്ത്യയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ സാമ്പത്തികമായി ഉന്നതി കൈവരിച്ച സംസ്ഥാനങ്ങളിൽ ഡയബറ്റീസ് കൂടുതലായി കാണുന്നുവെന്ന് ഈ പഠനം വ്യക്തമാക്കി. കൂടാതെ ഉയർന്ന സാമൂഹിക സാമ്പത്തിക ജീവിതം നയിക്കുന്നവർ ഡയബറ്റീസ് നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ആഹാര രീതി പിന്തുടരുന്നതായും കണ്ടെത്തി. അമിതഭാരം ഉള്ളവരിൽ ഡയബറ്റീസ് വ്യാപനം 24.7%, അമിതവണ്ണമുള്ളവരിൽ 34.6%. 1980കളെയും 90കളെയും അപേക്ഷിച്ച് 2014 ആഗോളതലത്തിൽ ഡയബറ്റീസ് ബാധിതരുടെ എണ്ണത്തിൽ 4 ഇരട്ടി വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്തിനാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2017 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിൽ 60,000 പേരിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെത്തൽ. പഠനത്തിൽ പങ്കെടുത്തവരുടെ HbA1c, ഡയബറ്റീസ് ഉണ്ടോ എന്ന വിവരം, സാമ്പത്തിക സാമൂഹിക ചുറ്റുപാട്, ബോഡി മാസ് ഇൻഡെക്സ് എന്നിവയാണ് വിലയിരുത്തിയത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സ്റ്റഡീസിന്റെ മുംബൈയിലെയും US-ലെയും റിസർച്ച് ടീമിനെ ഉപയോഗിച്ചാണ് ഈ പഠനം നടത്തിയത്. അനിയന്ത്രിതമായ പ്രമേഹം, ഹൃദ്രോഗം, സ്ട്രോക്ക് മുതലായവയുടെ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട്. കേരളത്തിലും ഡയബറ്റീസ് രോഗികൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായമാകുന്നതിനനുസരിച്ച് ഡയബറ്റീസ് സാധ്യത വർദ്ധിക്കുമെന്നതിനാൽ മുൻകരുതലുകൾ എടുക്കുവാനും ഡയബറ്റീസ് ഉണ്ടോ എന്ന കൃത്യമായ പരിശോധനകൾ നടത്തുവാനും ജീവിതശൈലിയിൽ ശ്രദ്ധിക്കുവാനുമൊക്കെയുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പഠനമെന്ന് ഇതിന്റെ ഗവേഷകർ വ്യക്തമാക്കി.